കന്യാകുമാരി മുതൽ സേലം വരെ 650 കിലോമീറ്ററിൽ നീണ്ടു കിടക്കുന്ന നാഷണൽ ഹൈവേ NH 544. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിരന്തരം ഇങ്ങനെ വാഹനങ്ങൾ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു രോഗമുണ്ടായിരുന്നു. അതിൻ്റെ പരിഹാരം എന്ന രീതിയിൽ നടത്തിയ ബൈപ്പാസ് സർജറിയാണ് നമ്മുടെ കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന് ഇരുവശത്തും തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുന്നായി വാഹനങ്ങൾ ലൈറ്റ് ഇട്ട് പോവുക എന്ന സൂചനാ ബോർഡുകൾ നമുക്ക് കാണാം. പക്ഷേ അത്തരം ഒരു നിർദ്ദേശം ഇവിടെ ഒരു വാഹനവും പാലിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ഇതിനുള്ളിൽ നമുക്കറിയാം വെളിച്ചത്തിന് വേണ്ടി 1200ഓളം LED ലൈറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതും ഒരു കാരണവശാലും പൂർണ്ണമായി ഇതെല്ലാം ഒരുമിച്ച് അണയാതിരിക്കാനായിട്ട് 2 വ്യത്യസ്ത സബ് സ്റ്റേഷനുകളിൽ നിന്നാണ് ഇവിടെ വൈദ്യുതി എത്തിക്കുന്നത്. എങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വിളക്കുകളെല്ലാം ഒരുമിച്ച് അണയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നട്ടുച്ചയ്ക്ക് പോലും 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ടണലിൽ കൂരിരുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിർദ്ദേശം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ തുരങ്കത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് തന്നെ യാത്ര ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനീ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതുകൊണ്ട് ഒരു വഴി ഇങ്ങനെ വന്നിട്ട് ഇവിടം കൊണ്ട് വഴി തീരുകയാണ്. അഗാധമായ കൊക്കയിലേക്ക് വഴി അവസാനിക്കുകയാണ്. എൻ്റെ ഈ വലതുവശത്ത് നമ്മുടെ കുതിരാൻ തുരങ്കത്തിൻ്റെ പാലക്കാടൻ എൻഡാണ് കേട്ടോ. നമ്മുടെ ഈ കുതിരാൻ തുരങ്കം ഉള്ളത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിക്കും ഇടയിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പാലക്കാടൻ എൻഡ് ഈ തുരങ്കം ഇങ്ങ് ഇറങ്ങി വടക്കാഞ്ചേരി എത്തുന്നതിന് ഇത് ജസ്റ്റ് ഇങ്ങ് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ ഇതിൻ്റെ താഴെ കൂടെയാണ് കേട്ടോ നമ്മുടെ പഴയ കുതിരാൻ മലയിലൂടെയുള്ള വഴി കിടക്കുന്നത്. ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇരുമ്പുപാലം എന്നാണ്. നമ്മുടെ ഇടുക്കിക്കാർക്ക് മാത്രമല്ല ഈ പാലക്കാടുകാർക്കും ഇരുമ്പുപാലമുണ്ട്. ഒരു സംശയമുണ്ട്, ഇത് തൃശ്ശൂർ ജില്ലയിലാണോ പാലക്കാട് ജില്ലയിലാണോ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഇരുമ്പുപാലം എന്ന ഈ ഗ്രാമം 2 ജില്ലയുടെയും കൂടി അതിർത്തിയായി വരുന്ന ഒരു പ്രദേശമായിരിക്കണം. എനിക്കിവിടെ നിന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു കാര്യമുണ്ട്. നിലവിൽ ഈ റോഡ് 4 വരി പാതയാണ്. ഇവിടെ കാണുന്ന ഈ ഹൈവേ 4 വരി പാതയാണ്. എന്നാൽ ടണലിനുള്ളിൽ 6 വരി പാതയാണ്. അപ്പം അവിടെ 6 വരി ആക്കിയിരിക്കുന്നത് ഭാവിയിൽ എന്തെങ്കിലും ഈ പാത വികസിച്ച് 6 വരി ആകുമ്പോഴും ആ ടണൽ ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം, അന്നത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും അവിടെ 6 വരിയാക്കിയത്. അതല്ല കാര്യം. ഇപ്പോൾ ഇവിടെ 4 വരി പാതയിലൂടെ ഇത്രയും വീതിയുള്ള ഒരു വഴിയായിട്ടും ഒരുപാട് വാഹനങ്ങളുടെ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ തുരങ്കം പണിയുന്നതിന് മുന്നേ ഈ താഴെ കാണുന്ന ഈ റോഡിലൂടെ എങ്ങനെയാണ് ഇത്രയും വാഹനങ്ങളെ ഉൾക്കൊണ്ടത് എന്ന് വല്ലാത്തൊരു കൗതുകം തോന്നുന്നു. അതോ ഇനി ഇത് വൺ വേ ആണോ? എനിക്ക് ഉറപ്പില്ല. ഇത് എല്ലാ വാഹനങ്ങളും ഇതിലെയാണോ പോയിരുന്നത്, അതോ ഇനി വൺ വേ ആയിട്ട് ഒരു റോഡ് കൂടെ ഇനി ഇതിന് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ വെറുതെ കിടന്നിങ്ങനെ തലപൊക്കഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അറിയാൻ മേലാത്ത കാര്യം ആലോചിച്ചാൽ കിട്ടില്ലല്ലോ. നമുക്കിവിടെ ആരോടെങ്കിലും തിരക്കാം. ഇവിടെ കണ്ടോ ഈ റോഡുണ്ടാക്കിയപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ മണ്ണെടുത്ത് മാറ്റിയിരിക്കുകയാണ്. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. ഇവിടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഇറക്കിയ ഒരു കിണർ ഈ മണ്ണെല്ലാം മാറിപ്പോയപ്പോൾ റിങ് മാത്രമായിട്ട് അവശേഷിക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ കൂടുതൽ കുതിരാൻ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ ഈ പഴയ റോഡിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് അപ്പുറത്ത് പോയി കടക്കാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ തുരങ്കത്തിൻ്റെ പണി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡുകളുടെ പണി തകൃതിയായിട്ട് നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഈ റോഡ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല. അവിടെ എന്തോ മണ്ണെല്ലാം ഇളക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ തന്നെ നമുക്ക് തിരിച്ചു വരണം. ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ക്ഷേത്രമുണ്ടെന്നറിയാം. വേറെ എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന് യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് അവിടെ പോയി എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് തുരങ്കത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഞാനപ്പോൾ ഇവിടെ ഒന്ന് തിരക്കി. ഇതിലെ തന്നെയാണ് 2 വശത്തേക്കുമുള്ള വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അത്രയും വലിയ വഴിയിലൂടെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം ഒരു 2-3 വർഷം മുന്നേ ഇതിലെയാണ് കുതിച്ച് പാഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും വിശ്വസിക്കാനേ പറ്റാത്ത ഒരു കാര്യം. മൈലേതായാലും വെയിറ്റിംഗ് ആണ്. നമുക്ക് പോയേക്കാം. ഞാൻ മുമ്പേ നിന്ന സ്ഥലത്ത് നിന്ന് വളരെ കുറച്ച് വെറും ഒരു 200 മീറ്റർ ദൂരം ഞാനിങ്ങോട്ട് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. പഴങ്കഥയിലെ ഒരു വില്ലനെ കാണിച്ചു തരാം. ആരും ചിരിക്കരുത്. ഈ ഗ്രാമത്തിന് മുഴുവൻ പേര് വരാൻ കാരണക്കാരൻ, ഇരുമ്പുപാലം എന്ന് പേര് വരാൻ കാരണക്കാരനായ പാലമാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്നത്. ഇവനാണ് പഴങ്കഥയിലെ വില്ലൻ. ഈ സ്കൂട്ടറിൽ പോകുന്ന ചേട്ടനെ കണ്ടോ? ഈ ചേട്ടനോട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊന്ന് തിരക്കി. അന്നേരം ഈ ചേട്ടൻ കുറേ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ അപാകതകളെ പറ്റിയൊക്കെയാണ് ഈ ചേട്ടൻ പറയുന്നത്. അപ്പം അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എങ്കിലും
ഞാനതൊന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. ആ ചേട്ടൻ പറഞ്ഞ ഏത് പദ്ധതിയായാലും അതിനെ വിമർശിക്കാനായിട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാനായിട്ടും കുറേയധികം ആളുകളുണ്ടാവും. അങ്ങനെ ഒരു ആരോപണമാവട്ടെ ഇതും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ചരിത്രം എവിടെ പരിശോധിച്ചാലും ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഈ പാലമാണെന്നാണ് അവിടെ എല്ലാം പ്രതിപാദിക്കുന്നത്. ദെയർ ഈസ് എ ബോട്ടിൽ നെക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാണ് ഓരോ ആർട്ടിക്കിളും തുടങ്ങുന്നത്. ഇവിടുത്തെ ട്രാഫിക് ഈ കുപ്പിയുടെ കഴുത്ത് പോലെ ഇരിക്കുന്ന ഈ പാലം, വീതി കുറഞ്ഞ ഈ പാലമാണ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിനും ഇവിടെ ചിലരൊക്കെ വഴിവഴച്ച് പോകാൻ വരെ കാരണം ഈ പാലമാണെന്നാണ് പറയുന്നത്. എന്തു തന്നെ ആയാലും ഇനി ഇവൻ്റെ കളിയൊന്ന് നമുക്ക് കാണണം. ഇനി അവൻ എങ്ങനെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണണം. ഞാനീ നിൽക്കുന്നതിൻ്റെ സമീപത്തായിട്ട് ഒരു കൊച്ചു പഴയ പള്ളി കാണാം. ഇപ്പം ഉപയോഗത്തിൽ ആരാധനയൊന്നും നടക്കുന്ന പള്ളിയാണ് എന്ന് തോന്നുന്നില്ല. മൊത്തത്തിൽ കാട് കയറി കിടക്കുകയാണ്. വളരെ ചെറിയൊരു പള്ളിയാണ് കേട്ടോ. അപ്പം ഇപ്പം ഇത് മറ്റെവിടേക്കെങ്കിലും മാറ്റി സ്ഥാപിച്ചതായിരിക്കാം ഈ പള്ളി. ഒരു പക്ഷേ ഇത് നമ്മുടെ കുതിരാനോട് തൊട്ടടുത്താണല്ലോ ഇത് വരുന്നത്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇത്രയും പഴയൊരു പള്ളി കണ്ടപ്പോൾ ഇതിൻ്റെ ശവക്കല്ലറ ഇവിടെ അടുത്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് പരതി നോക്കി. നമുക്കിപ്പം ശവക്കല്ലറ ഒരു വീക്ക്നെസ്സായി വന്നിരിക്കുകയാണ്. ഇത്രയും പഴയ പള്ളിയുടെ ഒരു പഴയ ശവക്കല്ലറ ഓർത്തിട്ട് തന്നെ കൊതിയാണ്. നമ്മുടെ ടണലിൻ്റെ കാഴ്ചകളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതേ ടണലിൻ്റെ സമീപത്തേക്ക് ഇതിലെ ഒരു നടപ്പ് വഴി കണ്ടപ്പോൾ ജസ്റ്റ് ഇതിലേ ഒന്ന് പോയി എന്താണ് കാഴ്ചയെന്ന് നോക്കണമെന്ന് തോന്നി. ഇതുകൊണ്ട് ടണൽ മുഖത്തിൻ്റെ തൊട്ടടുത്തേക്കാണ് ഈ വഴി ചെന്ന് ചേരുന്നത്. ഇവിടെ ഒരു ചെറിയ തടയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചാടിക്കിടന്ന് നമുക്കങ്ങ് പോകാം. ഇത് ഒരുപാട് ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ. ഇവിടെ ഒരുപാട് ജനങ്ങളൊക്കെ വസിക്കുന്ന ഒരു മേഖലയാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ കുതിരാൻ തുരങ്കമുഖത്തിന് സമീപത്തേക്ക് വന്നിരിക്കുകയാണ്. പോലീസ് കാവലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പോലീസുകാരനൊക്കെ കാവലിരിക്കുന്നുണ്ട്. നമ്മളെ ഓടിക്കുമെന്ന് അറിയത്തില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇങ്ങനൊരു ടണൽ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്, ഇങ്ങനെ ഇവിടെ പണിയുന്നുണ്ട് എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്നതിൻ്റെ ഉദ്ഘാടനം ഇത് ഓപ്പൺ ചെയ്തതിനെക്കുറിച്ച് വാർത്തകൾ പത്രത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് തന്നെ. അതിനുശേഷം അന്ന് തന്നെ എനിക്കിതൊരു വീഡിയോ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അന്ന് ഇത്രയും ദൂരം വന്നൊരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആ കാര്യം ഞാൻ വിട്ടു. അതിനുശേഷം അത് മറന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വാൽപ്പാറ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ പൊള്ളാച്ചി വഴി തിരിച്ച് ഇതിലെ കടന്നു പോയപ്പോഴാണ് വീണ്ടും ആ ആഗ്രഹം എനിക്ക് വീണ്ടും വന്നത്. അങ്ങനെയാണ് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ രണ്ട് ടണലിൻ്റെ മധ്യത്തിലായിട്ട് ഇതിൻ്റെ കൺട്രോൾ റൂമും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. അവിടെ ഉള്ളവരൊക്കെ എന്നെ സ്ട്രോങ് ആയിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ നിൽക്കുന്നതിന് പ്രശ്നമുള്ള ഒരു മേഖലയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവിടെ നിന്നുള്ള ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ചകളിൽ നമ്മൾ കാണുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു ടണലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ വെളിച്ചത്തിൻ്റെ കാര്യത്തിലായാലും പിന്നെ ഇതിനകത്ത് ബ്ലോവറുകളൊക്കെ സ്ഥാപിച്ച് ഇതിനകത്തെ ഒരു ടെമ്പറേച്ചറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമൊക്കെയാണ് ഇവിടെ ഉള്ളത്. നിലവിൽ എന്തായാലും അതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഇതിലെ ടെമ്പറേച്ചർ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം 1 കിലോമീറ്റർ 945 മീറ്റർ എങ്ങാണ്ടാണ് ഇതിൻ്റെ ദൈർഘ്യം. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഇതിൻ്റെ മധ്യത്തിലൊക്കെ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വാഹനങ്ങൾ എത്ര ഓടിപ്പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ വായുവൊക്കെ ആയാലും ഒരുപാട് മലിനപ്പെട്ടതും പിന്നെ എന്തെങ്കിലും ചെറിയ തീപിടുത്തങ്ങളോ മറ്റൊക്കെ ഉണ്ടായാൽ വിഷവാതകം പോലുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം വായുസഞ്ചാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും ബ്ലോവറുകളൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് ഇവിടെ പെയ്യുന്ന മഴവെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഒരു സംവിധാനമൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ ടണലുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 28 മീറ്ററോ മറ്റോ ആണ്. അപ്പോൾ 28 മീറ്ററുള്ള ഈ ഭിത്തി ഒന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. കരിമ്പാറ ഭിത്തി, 28 മീറ്റർ തിക്കുള്ള ഒരു ഭിത്തി, ഈ രണ്ട് തുരങ്കങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് 10 മീറ്ററും ഈ ഒരു തുരങ്കത്തിൻ്റെ വീതി 14 മീറ്ററും ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ ദൈർഘ്യം 1 കിലോമീറ്റർ അടുത്തുണ്ട്. രണ്ടും തമ്മിൽ ഏതാണ്ട് 10 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാഴ്ചകൾ പിന്നെ കാണാം. ഇതേ താഴെ നമ്മുടെ മയിൽ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ ഒരു ടണൽ 2017 ഓപ്പൺ ചെയ്തതാണ്. അന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തോ മറ്റോ ഇവിടെ വലിയ മണ്ണിടിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ക്ലോസ് ചെയ്തതാണ്. അത് കഴിഞ്ഞാണ് ഈ അടുത്ത കാലത്ത് പിന്നെ ഇത്രയും വർഷങ്ങൾക്കപ്പുറമാണ് പിന്നെ ഈ ടണൽ തുറക്കുന്നതെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യങ്ങൾ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ തുറന്നു കൊടുത്തിരുന്നു. 2012 പ്രളയകാലത്ത് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ അതിന് ശേഷം എന്തോ ഇവിടെ ഒരു ആക്സിഡൻറ്റോ വലിയൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഈ പാലത്തിന്, നമ്മുടെ ഈ വില്ലൻ പാലത്തിൻ്റെ സമീപത്ത് എന്തോ വലിയൊരു അപകടമോ എന്തോ ഉണ്ടായപ്പോൾ അക്കാലത്ത് തുറന്നു കൊടുത്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. എന്തായാലും അതിന് ശേഷം സ്ഥിരമായിട്ട് തുറക്കുന്നത് ഈ അടുത്ത കാലത്താണ്. നമ്മുടെ രണ്ടാമത്തെ തുരങ്കം തുറക്കുന്നത് നമ്മുടെ ഈ 2022 ജനുവരിയിലാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ കുതിരാൻ ശ്രീ ധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് സമീപത്തെത്തി. ഇവിടെയൊക്കെ കണ്ടോ, മൊത്തത്തിൽ നോക്കിയോ ഒരു അനക്കോ ഒന്നും ഇല്ലാതെ കിടക്കുകയാണ്. നമ്മൾ ഈ ആളൊഴിഞ്ഞു പോയ പട്ടണങ്ങളെയൊക്കെ പ്രേത നഗരങ്ങൾ എന്ന് പറയാറുണ്ടെങ്കിൽ ഈ റോഡിനെ പ്രേതപാത എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഈ ക്ഷേത്രം കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര ചെറിയൊരു ക്ഷേത്രമല്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നതിലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കാം. അതിലും വലുതാണ് നമ്മൾ മുകളിൽ കയറി ചെന്ന് നോക്കുമ്പോൾ. ഞാനൊന്ന് ജസ്റ്റ് കയറിപ്പോയെന്ന് കണ്ടിരുന്നു, പക്ഷേ അവിടുന്ന് വീഡിയോ ഒന്നും അകത്തുനിന്ന് എടുത്തിട്ടില്ല.
ഇപ്പോൾ 6 മണിയോടെടുക്കുന്ന സന്ധ്യാസമയമാണെങ്കിൽ കൂടി ഇവിടെ ഭക്തജനങ്ങളൊന്നും അങ്ങനെ കാണാനായിട്ടില്ല. ഒരു കാലത്ത് എന്തായാലും നിരവധി ആളുകൾ വന്നു പോയിരുന്ന ഒരു ക്ഷേത്രമാണ്. പ്രത്യേകിച്ചും ശബരിമല സീസണിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രമായിരിക്കും അവർ. പക്ഷേ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം നേർച്ചയിടുകയും ഇവിടെ കയറി തൊഴുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ അധികം പേരൊന്നും വരുന്ന ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നില്ല. അതെന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വരുമാനത്തെയൊക്കെ എന്തായാലും ഈ സാഹചര്യം ബാധിച്ചിട്ടുണ്ടാവാം. എന്തായാലും മറ്റൊരു കാര്യത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ ഭഗവാന് മറ്റൊരു ക്രെഡിറ്റ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ ഇതിലെ പോയപ്പോൾ കയറി തൊഴുതിട്ട് പോയ ഭക്തരായിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ ഈ ഭഗവാനെ കാണാനായിട്ട് മാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകളായിരിക്കും ഇവിടെ എത്തുക എന്ന ഒരു ക്രെഡിറ്റ് ഭഗവാനുണ്ട്. ഇതേ ഈ ക്ഷേത്രത്തിൻ്റെ നോട്ടീസ് ബോർഡിലാണെന്ന് തോന്നുന്നു പോലീസിൻ്റെ ഒരു ലുക്കൗട്ട് നോട്ടീസ്. ലുക്കൗട്ട് നോട്ടീസല്ല, ഇത് ഒരാൾ മരണപ്പെട്ടതിൻ്റെ വിവരമാണ്. അജ്ഞാതനായ ആരോ ഒരാൾ മരണപ്പെട്ടതിൻ്റെ വിവരമാണ്. പീച്ചി പോലീസ് സ്റ്റേഷൻ്റെ അറിയിപ്പാണ്. ഇതെന്തായാലും ഈ അമ്പലത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഭക്തരൊക്കെ വരുമ്പോൾ അവർ കണ്ട് പെട്ടെന്ന് ആളെ മനസ്സിലാക്കാൻ തിരിച്ചറിയാനായിട്ടായിരിക്കും. നമ്മുടെ കുതിരാൻ തുരങ്കം വന്നതോടുകൂടി ഈ റോഡ് ഒരു പഴങ്കഥയായി. അപ്പോൾ ഇതിലും പഴയ കഥയുടെ ഏതാനും വരികൾ ഇവിടെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പണ്ടിതുണ്ട് റോഡ് ഇവിടെ ഇപ്പം പാറ അരിഞ്ഞിട്ടാണ് ഇവിടെ കയറ്റം കുറച്ച് വളമൊക്കെ കുറച്ചിട്ടായിരിക്കും ഇതിലിങ്ങനെ പോയിരിക്കുന്നത്. ഒരു കാലത്ത് ഇതുണ്ട് ഈ ക്ഷേത്രത്തിനൊപ്പമായിരുന്നു ഈ റോഡ് എന്നതിൻ്റെ സൂചനയാണ്. ഇതിലെ കണ്ടോ പഴയ ടാറിങ്ങിൻ്റെ ഭാഗങ്ങൾ നമുക്കിതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കാണാം. ആനമലൈ മലനിരകൾ അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. ഈ ആനമലയിൽ തന്നെ മല വരുന്നുണ്ടല്ലോ, അപ്പോൾ വീണ്ടും അതിൻ്റെ കൂടെ മലനിര എന്നൊക്കെ ചേർത്ത് പറയേണ്ടതുണ്ടോ എന്നൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. എന്തായാലും ഈ ആനമലൈ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ഈ വനത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ പേര് ആനമലൈ എന്ന് പേരുള്ളത് കൊണ്ടാവാം ഇത് തമിഴ്നാട്ടിലെ ഒരു വനമാണെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ഒരു വിശ്വാസം. എന്നാൽ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേരള തമിഴ്നാട് ബോർഡറിൽ വരുന്ന ഒരു വനമാണ് നമ്മൾ ഈ കാണുന്ന ആനമലൈ വനം. ഇത് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ 2 ജില്ലകൾ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകളും നമ്മുടെ കേരളത്തിലെ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലുമായി വ്യാപിച്ച് കിടക്കുന്ന ഒരു വനമാണ്. അപ്പം അവിടെയാണ് ഈ കുതിരാൻ മലയുടെ സ്ഥാനം. ഇത് നമ്മുടെ ഈ ആനമലയിൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് തുടങ്ങിയാണ്. സാധാരണ ഈ സൂര്യാസ്തമയം വരുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഞാനൊരു വെപ്രാളമൊക്കെ കാണിക്കാറുള്ളതാണ്. ഇന്നതില്ലാത്തതിന് കാരണം നമുക്ക് ടണലിനുള്ളിലൂടെ പകൽ പോയാലും രാത്രി പോയാലും കാഴ്ചകൾ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ധൃതി വെക്കാത്തത്. ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ അപ്രോച്ച് റോഡുകളുടെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ JCBകളും മറ്റ് അനുബന്ധ വാഹനങ്ങളും ഒക്കെ ഓടുന്നതിൻ്റെ വലിയൊരു ശബ്ദം ദൂരത്തു നിന്ന് നമുക്കിവിടെ കേൾക്കാം. അതൊഴിച്ചു നിർത്തിയാൽ പക്ഷികളുടെ ചേക്കേറാനൊരുങ്ങുന്ന പക്ഷികളുടെ കളകൂജനങ്ങളാണ് ഇവിടെ മുഴുവനും. ശരിക്കും ആ സൗണ്ട് കാരണം ഇത് നിങ്ങളെ കേൾപ്പിച്ച് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നിരവധി പക്ഷികളുടെ ശരിക്കും അട്രാക്റ്റീവായിട്ടുള്ളൊരു ശബ്ദമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. നമുക്കിനി മുന്നോട്ട് തന്നെ നീങ്ങാം. ഇതേ നമ്മുടെ മയിലിൻ്റെ പേര് വെട്ടിയതിൽ കുറച്ച് പേർക്കൊക്കെ കുറച്ച് ചെറിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ആ പരാതിക്കാരുടെ പരാതി പരിഗണിച്ച് ഇതേ നമ്മൾ വീണ്ടും മയിലിന് പേരിട്ടിട്ടുണ്ട്. ഇത്തവണ ഇംഗ്ലീഷിലാണ് പേര്. നമ്മൾ മലയാളത്തിൽ പേരിട്ടാൽ അത് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പെട്ടെന്ന് പതിയും എന്നതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് പേര് മാറ്റിയിട്ടുള്ളത്. ഈ പേരും എത്ര നാളത്തേക്ക് ഇങ്ങനെ കാണും എന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. എന്തായാലും നിലവിൽ പുറകിലും മുമ്പിലും ഇതുപോലെ മയിലിന് ഹൃദയരാഗം എന്ന് പേരുണ്ട്. ഇത് ഞാൻ കുറച്ച് ദൂരം കൂടി ഇങ്ങനെ വന്നതേ ഉള്ളേ. ഞാൻ പ്രതീക്ഷിച്ചതിലും കുറച്ച് മുന്നേ തന്നെ ഈ റോഡ് തീർന്നു. ഇതേ ഇവിടം മുതൽ ഈ റോഡ് നല്ല രീതിയിൽ വന്നിരുന്ന ഈ റോഡ് ഇത് ഇവിടം മുതൽ ഇങ്ങനെ പൊളിച്ച് കുഴിയൊക്കെ കുത്തിയിട്ടിരിക്കുകയാണ്. ഇത് എന്ത് പണിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. ഒരുപക്ഷെ ഇത് ഇങ്ങനെ നശിപ്പിക്കാതെ അതേ രീതിയിൽ നിലനിർത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഗതാഗതം തിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്നെങ്കിൽ ഈ റോഡ് ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോൾ എന്തിനാണ് ഇനി ഇത് മറ്റെന്തെങ്കിലും തരത്തിലൊരു റോഡ് പണിയാനാണോ, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടോ വലിയ കുഴി കുത്തി മണ്ണെടുത്ത് മാറ്റുന്നത്? അതിനി അവിടെ ഇടാറുള്ള മണ്ണാണോ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊന്നും അറിയില്ല. നമ്മുടെ മയിൽ വാഹനത്തെ ഇതേ ഈ കാട്ടിൽ ഒറ്റയ്ക്കാക്കി പോകാൻ ചെറിയൊരു മടി, എന്നാലും വേഗം പോയിട്ട് വരാം. ഇതുകൊണ്ട് നമ്മൾ ആ തുരങ്കമുഖത്തിൻ്റെ മറുസൈഡിലെ തൃശ്ശൂർ ഭാഗത്ത് വരുന്ന തുരങ്കമുഖത്തിൻ്റെ സമീപത്ത് തന്നെ എത്തി. അപ്പോൾ ഇത് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഈ റോഡും നേരത്തെ അത്ര വലിയ ദൂരത്തിലൊന്നും ആയിരുന്നില്ല. അപ്പോൾ വിക്കിപീഡിയയിലോ മറ്റോ ഞാൻ കണ്ടത് 3 കിലോമീറ്റർ ലാഭിക്കാൻ സാധിച്ചു എന്നൊക്കെയാണ്. ഒരു കാരണവശാലും ഇല്ല. കാരണം ഈ 3 കിലോമീറ്റർ ദൂരം ഈ റോഡിനില്ല. ഏറ്റവും അങ്ങേയറ്റം പോയാൽ 1 കിലോമീറ്റർ ലാഭിച്ചിട്ടുണ്ടാവും. അതിനപ്പുറം എന്തായാലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഇവിടെ വരെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടം കൊണ്ട് ഏകദേശം ഞാനോർത്ത ടണലിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റുമെന്ന്. ഇവിടം കൊണ്ട് ഏതായാലും അയ്യോ, ഇവിടെ വല്ല ഡൈനാമൈറ്റൊക്കെ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇതുകൊണ്ട് ഈ പാറയിലെല്ലാം തമരടിച്ചിട്ട് വെടിമരുന്ന് നിറച്ച് തിരിയൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്നതാണോ? അത് പൊട്ടിയിട്ടില്ല. എന്തായാലും പൊട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനിയും എന്തോ ഒരു തിരി പുറത്തേക്ക് ഇട്ടേക്കുന്നതും കാണാം. ഇത് കണ്ടോ, പാറ പൊട്ടിക്കുമ്പം തെറിക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു ടയറിൻ്റെ പീസുകളുടെ വലിയ അടുക്കുകൾ, ടയർ പീസുകളുടെ
അപ്പുറത്ത് 2 ടണലിൻ്റെയും അപ്രോച്ച് റോഡുകളുടെ പണി പൂർത്തിയായെങ്കിലും ഇവിടെ തൽക്കാലത്തേക്ക് ഒരു റോഡിലൂടെ വന്നിട്ട് 2ആയിട്ട് ഇവിടെ തിരിച്ചു വിടുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്തോ വലിയ സംവിധാനമാണ് പണിയുന്നത്. അപ്പുറത്തേലും എന്തോ വലിയ ബൃഹത്തായ സംവിധാനമാണ്. അതാണ് പണി തീരാൻ താമസിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ എന്തോ ഭാഗമായിട്ട് തന്നെ നിർമ്മിതി നടത്തുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ വഴിയെല്ലാം കുത്തിപ്പൊളിച്ച് ഈ പാറയൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് പണി മുന്നേറുന്നത്. ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങളെല്ലാം പതിയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇനി ടണലിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ 2 വരിയിലൂടെ വരുന്ന ഈ പാത 6 വരിയിലേക്ക് വികസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതെല്ലാം അടിച്ചു വിട്ട് ഒറ്റ പോക്ക് പോകും ഈ വണ്ടിയെല്ലാം കൂടെ. ഇതേ നേരെ ഇരുട്ടി തുടങ്ങി. ഈ കുതിരാൻ്റെ പണി ആരംഭിക്കുന്നത് ശരിക്കും 2014 മറ്റോ ആണെന്ന് തോന്നുന്നു. 2016 ഈ ടണലിൻ്റെ പണിയൊക്കെ ആരംഭിച്ചതെങ്കിൽ കൂടി 14 തൊട്ട് ഇതിൻ്റെ പ്ലാനിങ്ങും പദ്ധതികളൊക്കെ ആയി വരുന്നതാണ്. ചുവപ്പ് നാടയിൽ കുടുങ്ങി അതിങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടേയിരുന്നു. 2016 തോന്നുന്നു ഇതിൻ്റെ പണി ആരംഭിച്ചപ്പോൾ ഇങ്ങനെ TV ന്യൂസിലൊക്കെ കണ്ടിരുന്നു. 1 വർഷം കൊണ്ട്. ഞാൻ ആ ന്യൂസ് അന്ന് കണ്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. ഞാനിപ്പോൾ ആ ന്യൂസ് യൂട്യൂബിൽ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ മനോരമ ന്യൂസിൽ കണ്ടിരുന്നു ഇത് 1 വർഷം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കി വാഹന ഗതാഗത യോഗ്യമാക്കുമെന്നൊക്കെ പറഞ്ഞു. അക്കാലത്ത് ഇതിന് 200 കോടി രൂപയാണ്. 200 കോടി രൂപയ്ക്ക് ഇതിൻ്റെ പദ്ധതി പൂർണ്ണമായിട്ടും തീരുമെന്ന രീതിയിലൊക്കെ ആയിരുന്നു ബഡ്ജറ്റ്. ഇന്നിപ്പോൾ ഇത് 400 കോടിയും പിന്നിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിവ്. എന്തായാലും അക്കാലത്ത് ഇത് പണിയുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ മനോരമ ന്യൂസിൽ ഇങ്ങനെ കാണിച്ചത് ഞാൻ കണ്ടു. ഇങ്ങനെ 4 ബൂമർ എന്നോ മറ്റോ പേരുള്ള ഒരു വാഹനം ഉപയോഗിച്ച് 4 മീറ്റർ ദൈർഘ്യത്തിൽ ഇങ്ങനെ കുഴികളുണ്ടാക്കിയിട്ട് പാറയിൽ തുരങ്കം ഉണ്ടാക്കിയിട്ട് ചെറിയ ഇതുണ്ടാക്കിയിട്ട് അതിനകത്ത് ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിച്ചാണ് ഈ തുരങ്കമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. എന്തു തന്നെ ആയാലും കേരളത്തിന് ഒരു തുരങ്ക റോഡ് കൂടിയായി. നമുക്ക് കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്ക റോഡാണോ ഇത് എന്ന രീതിയിൽ എനിക്കറിയില്ല. സൗത്ത് ഇന്ത്യ വേറെ തുരങ്ക റോഡുണ്ടോ എന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഭവമാണിത്. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് 2021 ജൂലൈ 21 നമ്മുടെ കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി ട്വിറ്ററിലൂടെ നടത്തിയ ഒരു ആഹ്വാനത്തെ തുടർന്ന് വലിയ കോലാഹലങ്ങളൊന്നും കൂടാതെ ഈ ടണൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഏതൊരു നിർമ്മിതിക്കും നമ്മുടെ നാട്ടിൽ നിർമ്മാണ ചെലവിന് ചില പദ്ധതികൾക്കൊക്കെ അതിൻ്റെ നിർമ്മാണ ചെലവിനേക്കാൾ വലിയ പണം പൊടിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനത്തിനും അനുബന്ധ സംഭവങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സന്ദർഭം നിലനിൽക്കെ തന്നെ ഇത്തരം മഹത്തായ ഒരു ആശയം, ഇത്ര വലിയൊരു സംഭവമായിരുന്നിട്ട് കൂടി വളരെ നിസ്സാരമായി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്ത ഈ സാഹചര്യം എന്തായാലും അഭിനന്ദനീയമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ കൂടുതൽ യാത്രകളുമായി നമുക്ക് വീണ്ടും കാണാം.